ഹലോ. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ രാവിലെ ഇതാ കതകൊക്കെ തുറന്ന് പുറത്ത് പോയി കുറച്ച് നേരം നിൽക്കും കേട്ടോ. അപ്പോഴാണ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചെടികളിലെ മണ്ണൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഈ മണ്ണ് ഫില്ല് ചെയ്യണം കേട്ടോ. കാപ്പിക്ക് രാവിലെ ദോശയായിരുന്നു. അങ്ങനെ കാപ്പി കുടിയൊക്കെയും കഴിഞ്ഞ് ചേട്ടായി അപ്പോഴത്തേക്കിന് പോയിട്ട് ആ ബീഫും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച പിന്നെ എല്ലാം ചേട്ടായി ചെയ്തോളും. അതുകൊണ്ട് പിന്നെ നമുക്ക് കൈ സഹായത്തിന് ഉള്ളി അരിഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ഉള്ളായിരുന്നേ. അങ്ങനെ എൻ്റെ ജോലിയിൽ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്തു. ഇനി ചേട്ടായി ബീഫും കഴിച്ചു കൊടുത്തു. അപ്പോഴേക്കും നല്ല മഴയുമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ പാട്ടൊക്കെ ഇട്ട് ഐനൂസ് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. പിന്നെ അപ്പോഴത്തേന് ബീഫ് കറി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മെഴുക്കുവരട്ടി സലാഡും ബീഫ് കറിയും കൂട്ടി ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു. 4 മണിയായപ്പോഴത്തേന് പിന്നെ ഞങ്ങൾ 3 പേരോട് ആമിയെ കാണാൻ വേണ്ടി ഇറങ്ങി. രാവിലെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണേ. മഴയായതുകൊണ്ട് പക്ഷേ രാവിലെ പോകാൻ പറ്റില്ല. അപ്പോൾ തൊട്ടേ ഐനൂസിന് ആമിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നേ. അപ്പോൾ പിന്നെ വൈകുന്നേരം ഒന്ന് മഴ തോന്നുന്ന സമയത്ത് ഞങ്ങൾ പോയി. അവിടെ 2 കുളവും അതിൽ നിറച്ച് മീനുകളും ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം പിന്നെ മീനുകളെയൊക്കെ നോക്കി അവിടെ നിന്നു. അവിടെ ഫുള്ളായത് വെണ്ട നട്ടേക്കുവാണ് കേട്ടോ. കായ്ച്ചും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. കെമിക്കലൊന്നും അടിക്കാത്ത തനി നാടൻ വെണ്ടയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇത് കുറച്ച് മാസം മുമ്പേ ആദ്യം വെണ്ട നട്ട വീഡിയോ ഞാൻ എടുത്തു വെച്ചായിരുന്നു കേട്ടോ. അന്ന് വെറുതെ എടുത്തു വെച്ചായിരുന്നേ. ഒരു ഞായറാഴ്ച വൈകിട്ട് ഞങ്ങൾ ഇതേപോലെ ചെന്നപ്പോഴത്തേന് വെണ്ടത്തൈകൾ ചിലതൊക്കെ കിളിച്ചിട്ടുണ്ട്, ചിലതൊക്കെ അഴുകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഴുകിപ്പോയിടത്തൊക്കെ പുതിയ തൈകളൊക്കെ നട്ടുകൊണ്ടിരിക്കുവാണേ. ഐനൂസും അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അന്ന് നട്ട ഈ ചെറിയ തൈകളൊക്കെ ഇത്രയും വളർന്ന് കായ്ച്ച് നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെയും നോക്കി നിന്ന്. 2 തരം വെണ്ടയാണ് കേട്ടോ നട്ടേക്കുന്നത്. അങ്ങനെ ചേട്ടായി കുളത്തിൽ നിന്നൊരു വരാലിനെയും പിടിച്ചിട്ടുണ്ടായിരുന്നേ. അതിനെയും കവറിലാക്കിയിട്ട് ഞാൻ പിന്നെ ചെടിച്ചട്ടിയിലിടാനുള്ള മണ്ണെടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ. ഇതാണെങ്കിൽ ഇവിടെ കിളച്ചിട്ടേക്കുന്ന മണ്ണായിരുന്നു. അങ്ങനെ അതിനകത്തുനിന്ന് കുറച്ച് എൻ്റെ ആവശ്യത്തിനുള്ള മണ്ണും എടുത്ത് ഞങ്ങൾ നേരെ പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേന് ഐനൂസ് ഉറക്കമായിരുന്നേ. ചേട്ടായി പിന്നെ കൈയോടെ തന്നെ മീൻ വെട്ടി വറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ചേട്ടായി മീൻ വെട്ടി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ മീൻ വറക്കാനുള്ള മസാലകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് മീനെയും വെട്ടി ക്ലീൻ ആക്കിയതിന് ശേഷം മസാലയും തേച്ച് വെച്ചപ്പോഴത്തേന് ഐനൂസ് ഉണർന്നു കേട്ടോ. അപ്പോൾ ആമിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേന് വാട്ടർ കളർ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വേണമെന്നും പറഞ്ഞ് പിന്നെ കരച്ചിലായിരുന്നേ. അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഒരു കടയിൽ വന്ന് ഐനൂസിന് വാട്ടർ കളറും മേടിച്ച് കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. അന്നൊരു ദിവസം ഐനൂസിന് മേടിച്ച വാട്ടർ കളർ ഒറ്റ രാത്രി കൊണ്ട് തീർത്തായിരുന്നു കേട്ടോ. പിന്നെ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേന് മീനിന് മസാലയും പിടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഓരോ മീനുകളും എടുത്ത് വറക്കാനും ഇട്ടു കേട്ടോ. അങ്ങനെ ഐനൂസിനെ വന്ന് നോക്കിയപ്പോൾ ഐനൂസ് ബുക്കിൽ കളർ അടിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോഴത്തേക്കിന് നമ്മുടെ മീനിൻ്റെ ഒരു സൈഡും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ തിരിച്ചിട്ട് മീനൊക്കെ വറുത്തെടുത്തതിന് ശേഷം ഐനൂസിന് ഞാൻ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നല്ല പെരുമഴയുമായിരുന്നേ. അപ്പോൾ ഞായറാഴ്ചത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.